എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക്, അതായത് നിങ്ങളുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്. അവരിപ്പോഴൊരു നിങ്ങളെ വിട്ടിട്ട് വേറൊരു ബന്ധത്തിലേക്ക് അവർ വ്യക്തി പോയി, ആ ഒരു ബന്ധത്തിൽ അവർ ഹാപ്പിയാണോ, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത്, തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നിങ്ങളുടെ വ്യക്തിയുടെ മാനസികാവസ്ഥയും കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും, ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യവും ഒരുപോലെ എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, അത് വീണ്ടും ഞാൻ പറയുകയാണ്. ഇത് ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. ഇങ്ങനെ ടൈം പീരീഡ് ഒന്നുമില്ല, എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം വ്യക്തമായിട്ട് മനസ്സിലാലോചിച്ചതിന് ശേഷം ഈ റീഡിംഗ് കാണുക. ഇതൊരു തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ ഏതൊരു വ്യക്തിയാകും കേട്ടോ. ഒരു തേർഡ് പാർട്ടി ഒരു കുടുംബമാവാം, ഒരു സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യമാവാം, അതൊക്കെയാണ്. ഇപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, എല്ലാം കൂടെ ചേർത്തുള്ള ഒരു റീഡിംഗ് ആണ്. അതുപോലെ നിങ്ങളുടെ വ്യക്തി എന്നുള്ളത് നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നൊരു വ്യക്തിയാണ്, നിങ്ങളുടെ ലവറാവാം, അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറാവാം, ആരുമാവാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് ഇപ്പോഴാ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നമുക്ക് നോക്കാം. അവർക്ക് ഇപ്പോഴെന്തെങ്കിലും നിങ്ങളോട് എന്താണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. അവരുടെ അവസ്ഥയും നിങ്ങളോട് ഇപ്പോഴെന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത് നിങ്ങളെ ചീറ്റ് ചെയ്തു പോയൊരു വ്യക്തിയാണ്, നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ്, അതായത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അവർ വിചാരിച്ച പോലെ ഒരു സുഖവും സമാധാനവും സന്തോഷവും ഒന്നും ലഭിക്കുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മൊറാലിറ്റി കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇതൊരു പുറമേക്ക് കാണുന്ന ഒരു വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി അവരെ ചതിച്ചതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്കൊരു ചതി പറ്റിയതായിട്ട് കാണുന്നുണ്ട്. വളരെ അവരെ മാനിപ്പുലേഷനിലൂടെയും തെറ്റായ രീതിയിലൂടെ ആ ഒരു തേർഡ് പാർട്ടി അവരെ പലതും പറഞ്ഞ് വഞ്ചിച്ചതായിട്ടാണ് കാണുന്നത്. ഒരു മാനസിക തകർച്ചയിലൂടെ പോവുകയാണ് നിങ്ങളുടെ വ്യക്തി. വളരെയധികം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അവരിപ്പോഴും നിങ്ങളുമായിട്ടുള്ള പഴയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ സ്റ്റക്കായിട്ടാണ് കാണുന്നത്. സാഹചര്യത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തെ. കാര്യം അവർ കടുത്ത മാനസിക വിഷമത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് വീണ്ടും ഒരു തുടക്കം അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫ്ലവറിങ് കാർഡിനെയൊക്കെ അതിനാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളെ ചവിട്ടിയിരച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ആ ഒരു വ്യക്തി ഇപ്പോൾ നിലവിൽ ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ മാനസിക വേദനയും ആന്തരിക സംഘർഷവും അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കൊന്നും പറയാനായിട്ട് പറ്റാത്തൊരവസ്ഥ. പല കാര്യങ്ങളും പറഞ്ഞ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെ കബളിപ്പിച്ചതായിട്ട്, അല്ലെങ്കിൽ വഞ്ചനയുടെ കാർഡുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു ബന്ധത്തിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ബുക്ക് പോലെ വേണമെങ്കിൽ എഴുതി തീർക്കാം. ഇപ്പോഴുള്ള ആ ഒരു ബന്ധത്തിൽ അവരനുഭവിക്കുന്ന ആ ഒരു കാര്യം ഒരു ബുക്ക് പോലെ വേണമെങ്കിൽ അവർക്ക് എഴുതി വയ്ക്കാം. അത്രത്തോളം അവർ പഠിച്ച്, വളരെ കുറച്ച് കാലമായിട്ടുണ്ടാവുമെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയായിട്ടൊരു ബന്ധം അവരായിട്ടുണ്ടെങ്കിൽ പോലും, തീർച്ചയായിട്ടും ആയിട്ടുള്ളെങ്കിൽ പോലും, പക്ഷെ അവർ വളരെയധികം ഈ ഒരു ബന്ധത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാര്യം ഒരു മാനസികമായിട്ട് ആകെ തകർന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്, നിരാശയിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അവർക്കൊരു അവസരം കൂടി നിങ്ങൾ കൊടുക്കണം എന്നാണ് അവർ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്
വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് അവരവരുടെ ഒരു വഞ്ചനയിൽ വീണു പോയതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ. അതിൽ നിന്ന് അവർക്ക് മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തി നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു തുറന്ന മനസ്സോടുകൂടി ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മുൻവിധിയോ മുൻധാരണകളോ ഇല്ലാതെ കൗതുകത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു സമീപനം ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാവാം. ആ ഒരു വ്യക്തിക്ക് ഒരു ആത്മീയ ഉണർവ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവരുടെ മനസ്സമാധാനത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണെന്ന് അവരിപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതായത് അവർ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനിലൂടെയാണ് ആ ഒരു വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആത്മീയതയിലൂടെയാണ് പോകുന്നതായിട്ട് കാണുന്നത്. അതായത് അവരിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടെ വി ആർ ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അവർക്ക് ഉറപ്പായിട്ടും അവർക്കറിയാം നിങ്ങളെ അവർക്ക് തിരികെ ലഭിക്കുമെന്ന്. കാര്യം നിങ്ങളുടെ സ്നേഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമാണ്. നിങ്ങളിപ്പം വളരെ കാലമായിട്ട് മിണ്ടുന്നില്ലായിരിക്കും നിങ്ങളുടെ വ്യക്തിയായിട്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡാകാം, വൈഫാവാം, ലവറാവാം, പാർട്ട്ണറാവാം, ആരുമാവാം. പക്ഷേ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ മിണ്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ശക്തമായിട്ടുള്ളൊരു ആത്മബന്ധമായിട്ടാണ് ഇവിടെ എനിക്ക് കാർഡുകൾ സൂചിപ്പിച്ചു തരുന്നത്. വളരെ ദൃഢമായിട്ടുള്ളൊരു ബന്ധമാണ് നിങ്ങൾക്കിടയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉറപ്പായിട്ടും ഇപ്പം മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഫ്ലവറിംഗ് കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് അവസാനിക്കും. പര്യവസായിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. നിങ്ങളെ അവർക്ക് ലഭിക്കും എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിലൊരു വിജയം ഉണ്ടാകുമെന്ന് ഇപ്പോഴൊരു പൂർണ്ണമായിട്ടുള്ളൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അവർ പല കാര്യങ്ങളും നിങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളെപ്പറ്റി തിരക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വിട്ടുകളയാനായിട്ട് ഇപ്പോഴും പറ്റുന്നില്ല. ഇതൊരു ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ബന്ധമല്ലെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു കാർമിക് ബന്ധമാണെന്ന് ആ ഒരു വ്യക്തിക്ക് അറിയുന്നുണ്ട്. ഇതൊരു കർമ്മഫലമാണ്. ഇത് അനുഭവിച്ചേ തീരും. ഈ ഒരു കർമ്മഫലം എൻഡായി നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് പഴയതിനെ വിട്ടുകളയാൻ പുതിയതിനെ സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത്. അതായത് തേർഡ് പാർട്ടി ബന്ധം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരാനാണ് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. അതായത് പൂർണ്ണതയുടെ ഘട്ടത്തിലാണ്. അതായത് ആ ഒരു വ്യക്തിയെ പൂർണ്ണനാക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണയായിട്ടുള്ളൊരു സ്ത്രീയാക്കുന്നത് നിങ്ങളാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ എക്സ്പീരിയൻസിങ് കാർഡ് വന്നിട്ടുണ്ട്. അവർ ഒരുപാട് അനുഭവിച്ചു. ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒരുപാട് തിക്താനുഭവങ്ങൾ ആ ഒരു വ്യക്തിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി വളരെ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അവരൊട്ട് ഹാപ്പിയല്ല. അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വന്ന് നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനാണ് ആ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഫ്ലവറിംഗ് കാർഡ് സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. തീർച്ചയായിട്ടും അവർ ആത്മീയ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അവർ ശാന്തമായിട്ടൊരു ഫേവറബിൾ ടൈം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്കറിയാം നിങ്ങൾ അവരിലേക്ക് തന്നെ വന്നു ചേരുമെന്നറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ആ ഒരു സൗന്ദര്യത്തിലും ആ സംസാരത്തിലും വീണുപോയി ഈ ഒരു വ്യക്തി. ഇങ്ങനെ ആകുമെന്ന് ആ ഒരു വ്യക്തി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇതൊരു വിഷലിപ്ത ബന്ധമാണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ടോക്സിക് കണക്ഷനാണ് എന്നവർ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. പക്ഷേ ഇനി അവരതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നതായിട്ടും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ അംഗീകരിച്ചവർ മുന്നോട്ട് പോകാനാണ് അവർ ഇനിയും താല്പര്യപ്പെടുന്നത്. അതായത് നേരത്തെ അവർ ഒരുപാട് നിബന്ധനകളൊക്കെ വെച്ചിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വാല്യൂ ഒരു വ്യക്തി മനസ്സിലാക്കിയില്ല. പക്ഷേ ഇനി ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി തിരികെ വരുന്നത്. അവർക്കൊരു പൂർണ്ണ ബോധ്യമുണ്ട് തീർച്ചയായും നിങ്ങളായിരുന്നു അവരുടെ യഥാർത്ഥ പങ്കാളി, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമായിരുന്നു അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നത്. തേർഡ് പാർട്ടിയൊക്കെ അവരുടെ സാമ്പത്തികം അല്ലെങ്കിൽ ഫിസിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരിൽ ആ ഒരു ഇത് കണ്ടിരുന്നത്. നിങ്ങളായിരുന്നു അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന വ്യക്തി എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിസ്സാര കാര്യങ്ങളിൽ ഒരു മഹത്വം കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി. അതായത്
അവരിപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മുക്തമാക്കി ശാന്തമാക്കാനാണ് അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നത്. അതായത് നേരത്തെ അവർ നിങ്ങളുടെ ഒരു പ്രവൃത്തിയിൽ പെട്ടെന്ന്, അതായത് നിങ്ങളുടെ സ്വഭാവം ശരിയല്ല, നിങ്ങൾ മോശമാണെന്നൊക്കെ നേരത്തെ ഈ ഒരു വ്യക്തി ചിന്തിച്ചിരുന്നു. അതാണ് മൊറാലിറ്റി കാർഡ് പറയുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ അവരുടെ പ്രവൃത്തിയിന്മേൽ പെട്ടെന്ന് വിധി എഴുതുന്ന ഒരു സ്വഭാവമൊക്കെ ഈ ഒരു വ്യക്തിക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരൊരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. എല്ലാവരെയും സ്നേഹത്തോടെ കാണാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവേചനമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഈ ഒരു വ്യക്തിക്ക്. എല്ലാ രീതിയിലുള്ളൊരു വിവേചനമൊക്കെ ഉണ്ടായിരുന്നു. ശരിയും തെറ്റുമെന്ന കടുത്ത പേർക്കിടയിൽ, അതായത് അവരുടെ സ്വാഭാവിക സന്തോഷം അവർ നഷ്ടപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. ശരിയെന്നുള്ളത് നിങ്ങളുമാണ്, തെറ്റെന്നുള്ളത് ഈ ഒരു തേർഡ് പാർട്ടിയാണെന്നുള്ളൊരു ചിന്ത അവരിൽ വരുന്നുണ്ട്. അതായത് തെറ്റായൊരു ബന്ധത്തിലേക്കാണ് അവർ പോയെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് ബാക്ക് സ്റ്റാബ് ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തിയ ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു വ്യക്തി. അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് അവർ പരിതപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ എപ്പോഴും മോശക്കാരിയാക്കാനൊക്കെ അല്ലെങ്കിൽ മോശക്കാരനാക്കാനുള്ളൊരു ചിത്രീകരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു ശ്രമം ഇവർ നടത്തിയതായിട്ട് കാണുന്നുണ്ട്. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് ആയിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോഴവർ നിങ്ങളിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ മനസ്സോടുകൂടി അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. അവർ ആ ഒരു ബന്ധത്തിലാകെ തകർന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്യുവറായിട്ടുള്ളൊരു സോളായിട്ടാണ് അവർ നിങ്ങളെ ഇപ്പോൾ കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ് വന്നത്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നതിലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു അകൽച്ചയിൽ അവർ ഒരുപാട് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. ഇനി നമുക്ക് തേർഡ് പാർട്ടിയുടെ മാനസികാവസ്ഥയും കൂടെ നോക്കാം. ഈ ഒരു ബന്ധത്തിൽ എന്താണ് തേർഡ് പാർട്ടി അനുഭവിക്കുന്നതെന്ന് നോക്കാം. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു കാർഡുകളാണ് സൂചിപ്പിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി ഇപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് തേർഡ് പാർട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. ഇവരുടെ സാമ്പത്തികമൊക്കെ ലക്ഷ്യം വെച്ചാണ് അവർ ജീവിതത്തിലേക്ക് വന്നത്. ഇവരിങ്ങനെ ഒരു സോഷ്യൽ ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയായിട്ട് കാണുന്നുണ്ട്. അവർ ഈ ഒരു ബന്ധത്തിലോട്ട് ഹാപ്പിയല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. കാര്യം ഇവിടെ ഒരു ഹൃദയവേദനയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. പുറമേക്ക് വളരെ ഹാപ്പിയാണെന്ന് കാണിക്കാൻ ശ്രമിച്ചാലും ആ ഒരു വ്യക്തിയുടെ തേർഡ് പാർട്ടിയുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു വിഷമം ഉള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. അവർ വിതച്ചതേ അവർ കൊയ്യുകയുള്ളൂ. തീർച്ചയായിട്ടും അവർ ചെയ്തതിൻ്റെ ഫലം കർമ്മ തിരിച്ചടിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാമ്പത്തിക നേട്ടത്തിലൂടെ വന്നതാണ്. തീർച്ചയായിട്ടും വളരെ ദുരുദ്ദേശത്തോടു കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ലൈഫിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അവർ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അവർക്ക് മറ്റ് പല ബന്ധങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കഠിനമായിട്ടുള്ള ഹൃദയവേദനയിലൂടെയാണ് അവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി ഇതിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിക്ക് ഒട്ടും ഹാപ്പിയല്ല ഈ ഒരു സിറ്റുവേഷൻ. കാര്യം തേർഡ് പാർട്ടി ഇവരിൽ നിന്ന് മാക്സിമം ഊറ്റാനുള്ളതൊക്കെ ഊറ്റി. കാര്യം സ്വർണ്ണമാണെങ്കിലും പണമാണെങ്കിലും ഒക്കെ കൈക്കലാക്കിയതായിട്ട് കാണുന്നുണ്ട്. വളരെ കണ്ണിങ് ആയിട്ടൊരു അല്ലെങ്കിൽ ഒരു പുരുഷനെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബന്ധമാണ് ആ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ഒരു കാർമിക് കണക്ഷൻ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഇവർക്ക് ഒന്നിലധികം ബന്ധങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ഒരുപാട് പുറമെ എത്ര ഹാപ്പി ആയിട്ട് തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണും കൂടെ ഒന്നിച്ചായിരിക്കും ജീവിക്കുന്നത്. പക്ഷേ പുറമെ എത്ര ഹാപ്പി ആണെങ്കിലും അവർ ഉള്ളിൽ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ടുപേരും. കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി ആരാണ്, അവരുടെ റിയൽ സ്വഭാവം എന്താണെന്നൊക്കെ ഒരു മനസ്സിലാക്കിയതായിട്ടാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബന്ധങ്ങളും തകർത്തൊരു തേർഡ് പാർട്ടിയാണ്. അല്ലെങ്കിൽ ഒന്നിലധികം റിലേഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. വളരെ ഒരു ക്രൂക്കഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സാമ്പത്തിക ലക്ഷ്യത്തോടു കൂടിയും വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയും ഈ ഒരു പേഴ്സൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നവരാണിവർ. എന്തായാലും ആ ഒരു ബന്ധത്തിലൊട്ട് ഹാപ്പിനെസ് അല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അവർ വളരെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്കിപ്പോൾ നിങ്ങളുടെ വ്യക്തി അവരുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെയാണ്. അവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അവരൊരു വഴിവിട്ട ബന്ധം നയിക്കുന്ന ഒരു സ്ത്രീയായിട്ട് അല്ലെങ്കിൽ ഒരു പുരുഷനായിട്ടാണ് കാണുന്നത്. വളരെ ക്രൂക്കഡ് ആയിട്ടുള്ളൊരു മൈൻഡുള്ള ഒരു വ്യക്തിയാണെന്ന് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു തേർഡ് പാർട്ടി. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു മാനസിക ഐക്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ മറ്റുള്ള പല ബന്ധങ്ങൾ അവർക്ക് നിലവിലുമുണ്ട്. അവരതിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ബന്ധത്തിലൊരു ഹാപ്പിനെസ്സും ഇല്ല. ഈ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു ബന്ധത്തിലൊട്ട് ഹാപ്പിനെസ് ഇല്ല. അവർ മറ്റുള്ളൊരു ബന്ധങ്ങളിൽ അഭയം കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻ വളരെ പെട്ടെന്ന് തന്നെ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അവരുടേതായിട്ടുള്ള സോഷ്യൽ ലൈഫിലൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഒരു വളരെ മോശപ്പെട്ടൊരു ജീവിതം നയിക്കുന്ന ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പുരുഷനാണ് തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്കിവിടെ പറയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ റീഡിങ് കൊണ്ട് കുറച്ച് പേരെങ്കിലും ചിലരെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. വീണ്ടും മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് കാണാം. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കോമൻറ്റും എനിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കമൻറ്റും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും എൻ്റെ ചാനലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടിരിക്കുക എല്ലാവരും. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു റീഡിങ്ങിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവില്ല എല്ലാ കാര്യവും. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ.